നമസ്കാരം, അഭിജിത്താണ്. ഒരാഴ്ചയെ വീഡിയോസ് എല്ലാം വന്നിട്ട്, അപ്പോൾ അതുകൊണ്ടാണ് ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. എന്താ വെച്ചാൽ കഴിഞ്ഞ ഒരാഴ്ചയുടെ മുകളിലായിട്ട് കോഴിക്കോട് 1-2 സ്ഥലങ്ങൾ കണ്ടെയ്ൻമെൻറ്റ് സോൺ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് എവിടെയും പോയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. പിന്നെ ഒപ്പം തന്നെ നമ്മൾ അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്ഥലങ്ങളെല്ലാം നമ്മൾ എടുത്തു വെച്ചിരുന്നു. പക്ഷേ 1-2 സ്കൂളുകൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വീടുകൾ, ഒരു 10 കിലോവാട്ടിൻ്റെ വീട് എല്ലാം നമ്മൾ സംസാരിച്ച് വെച്ചിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ആരെയും അകത്തേക്ക് കയറ്റാത്തൊരു സിറ്റുവേഷനാണ്. അതുകൊണ്ടാണ് പുതിയ വീഡിയോസൊന്നും വരാതിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒത്തിരി പേര് എന്നെ വിളിച്ചിരുന്നു, എന്താ നിർത്തിയെന്ന് ചോദിച്ചിട്ട്. അപ്പം നിർത്തിയതല്ല, ഇതൊരു സിറ്റുവേഷൻ ഇങ്ങനെ ആയതുകൊണ്ടാണ്. പിന്നെ അതിലേക്ക് അത് ഒപ്പം തന്നെ നമ്മൾ പുതിയതായിട്ട് കുറച്ച് ഡീലേഴ്സും അതായത് സോളാർ ചെയ്യുന്ന ആളുകളായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവരുടെ റിവ്യൂസ്, പ്രൊഡക്റ്റിൻ്റെ റിവ്യൂസ് എല്ലാം വരുന്നുണ്ട്. വീഡിയോസ് അത് വരും. അപ്പോൾ കൂടുതലായിട്ടുള്ള വീഡിയോസ് എല്ലാം നമുക്ക് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ പ്രകാരം ജസ്റ്റ് കുറച്ചൊന്ന് കുറച്ച് വെച്ചിരിക്കുകയാണ്. കാരണം ഇതിനെല്ലാം പ്രാധാന്യം നമ്മുടെ എല്ലാവരുടെയും ആരോഗ്യത്തിൽ തന്നെയാണ് മെയിൻ പ്രാധാന്യം. അതുകൊണ്ടാണ് ഇപ്പോൾ തൽക്കാലം പെൻഡിങ് വെച്ചിരിക്കുന്നത്. വീഡിയോസ് വരാത്തതുകൊണ്ട് കുറേ പേര് വിളിച്ചിരുന്നു. കൊല്ലത്തുനിന്ന് അഷ്റഫ്ക്ക വിളിച്ചിരുന്നു. പിന്നെ ട്രിവാൻഡ്രത്തു നിന്നുള്ള അരുൺകുമാർ, പുള്ളിയെല്ലാം ഇടയ്ക്ക് ചാറ്റ് ചെയ്യുന്നതാണ്. ഞങ്ങൾ ഏകദേശം 2-3 വീഡിയോ കണ്ടിട്ടേ ഉള്ളൂ, എങ്കിലും അവർ വിളിച്ചിരുന്നു എന്നെ. പിന്നെ കാസർഗോഡ് നിന്ന് അബ്ദുള്ള, എല്ലാവരും വിളിക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്, എന്താണ് സ്ഥിതി എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അവർ പേരെടുത്ത് പറയാൻ കാര്യം എന്താ വെച്ചാൽ, ഈ കുറഞ്ഞ വീഡിയോയിലൂടെ കുറേ പേരുകൾ എന്നെ സ്ഥിരം വിളിച്ച് ചോദിക്കുന്നുണ്ട്, എന്താണ് സ്ഥിതി, ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലല്ലോ, അല്ലെങ്കിൽ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പേരെടുത്ത് പറഞ്ഞതെന്ന് മാത്രം. വീട്ടിലായതുകൊണ്ട് തന്നെ ചെയ്ത വീഡിയോസ് റിവ്യൂ ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ അതിൻ്റെ അകത്ത് ഏകദേശം നോക്കാൻ നമ്മളൊരു 6-7 വീഡിയോ മാത്രമേ നമ്മൾ വന്നിട്ടുള്ളൂ, ഔട്ട് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഫേസ്ബുക്കിൽ പേജ് വന്നു, യൂട്യൂബിൽ വന്നു, ട്വിറ്ററിൽ, നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കുറവാണ്. ഇൻസ്റ്റാഗ്രാമിൽ ഇതേപോലെയുള്ളത് എൻ്റെ ഡീറ്റെയിൽസ് വന്ന് തുടങ്ങുന്നുണ്ട്. ഞാൻ എന്തായാലും എനിക്ക് നിങ്ങളുടെ അടുത്തൊന്ന് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, എൻ്റെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് ദയവായി കമൻറ്റ് ചെയ്യണം എന്നുള്ളതാണ്. കാരണം നമ്മൾ പുതിയതായിട്ട് വന്ന് അല്ലെങ്കിൽ അത്രയും വീഡിയോസ് ആയതേ ഉള്ളൂ, 10-10ഓളം വീഡിയോ വന്നിട്ടുള്ളൂ. അപ്പം നിങ്ങളിൽ നിന്നുള്ള ഒരു കിട്ടുന്ന ഇൻപുട്ട് വെച്ചിട്ടാണ് എനിക്ക് എൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് തുടങ്ങാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലസ് ഓർ മൈനസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്തിട്ട് ആ കമൻറ്റിലൂടെയാണ് ഞാൻ നോക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എന്തായാലും എൻ്റെ വീഡിയോ കാണുമ്പോൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതിലേക്ക് ആഡ് ചെയ്യാനാണെങ്കിലും മോശമായതാണെങ്കിലും എല്ലാം നിങ്ങൾ അതിനകത്ത് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് നിങ്ങൾ കൊടുക്കുക അതിനകത്ത്. അപ്പോഴെനിക്ക് അത് ത്രൂ നോക്കിയിട്ട് നമുക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളത് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടിട്ട്. അതുപോലെ ലോക്ക്ഡൗൺ മേ ബി ലോക്ക്ഡൗൺ വരുമോ എന്നാണ് അറിയില്ല. എന്നിരുന്നാലും ആസ് എ പ്രിക്കോഷൻ എന്നുള്ള ലെവലിൽ ലോക്ക്ഡൗൺ വരുവാണെങ്കിൽ തന്നെ എന്തായാലും ഓൺലൈനിൽ ഉണ്ടാവും, ഞാൻ ഉണ്ടാവും എന്തായാലും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഈ പേജിൽ ജസ്റ്റ് മെസ്സേജ് ടെക്സ്റ്റ് ചെയ്താൽ മതി. എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതാണ് എന്തായാലും. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വീഡിയോ ചെയ്യണം എന്നുള്ളൊരു സ്ഥലങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ കൊടുക്കുക. കമൻറ്റിൽ കൊടുക്കുമ്പോൾ നമ്മൾ ആ കമൻറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ വ്യക്തിയുമായി സംസാരിച്ച് എപ്പോഴാണ് ഫ്രീ ആവുന്നത് നോക്കിയിട്ട് നമുക്ക് വീഡിയോ എടുക്കാവുന്നതാണ്. ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ചാനലുകൾ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ കരുതുന്നു. സൺറൈസ് വ്ളോഗ്സ് ബൈ അഭിജിത്ത് എന്നാണ്. അത് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഉണ്ട്. അപ്പോൾ ഏതിലാണ് നിങ്ങൾക്കില്ലാത്തത് വെച്ചാൽ നിങ്ങൾ നോക്കിയിട്ട് ഒന്നില്ലെങ്കിൽ ഫോളോ ചെയ്യുക, ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, രണ്ടിലും. അതിലൂടെ മാത്രമേ നമുക്ക് എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ഓരോ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് താല്പര്യമുള്ളവരെ ഈ പേജുകളിൽ കയറി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീട്ടിലാണുള്ളത്, അപ്പം മോനുണ്ട് എൻ്റെ കൂടെ. അച്ചുവാണ് പേര്, ശരിക്കുള്ള പേര് അർജുൻ. ഹായ് പറഞ്ഞ അച്ചു, ഷാമി പറയും. ഇതാണ് എന്തൊക്കെയാ. പിന്നെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ആൾക്കാരോട്? എന്തൊക്കെയാ ചെയ്യേണ്ടത് നമ്മൾ? ഓക്കെ, പിന്നെ മാസ്കിൻ്റെ ഇതൊന്നും ചെയ്യാതെ ആരും പുറത്ത് പോകരുത് അല്ലേ? അകത്തേക്ക് കയറാനും പാടില്ല, പുറത്തേക്ക് പോകാനും പാടില്ല. അപ്പോൾ ഒരു പുതിയ വീഡിയോയിലൂടെ കണ്ടുമുട്ടുമെന്നുള്ളൊരു വിശ്വാസത്തോടെ ഇപ്പോൾ തൽക്കാലം ഞാൻ വിട പറയുകയാണ്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഈ 2 പ്രളയവും അത് കഴിഞ്ഞ് നിപ്പയും എല്ലാം അതിജീവിച്ച് നമ്മൾ ഇതും എന്തായാലും അതിജീവിക്കുക തന്നെ ചെയ്യും.
ആർക്കും വിഷമങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയോടെ ബൈ. താങ്ക് യു.